ദ ജേർണലിസ്റ്റിലേക്ക് ഈ പുതുവർഷ പുലരി എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ തിരിച്ചടികളാൽ സമൃദ്ധമായിരുന്നു. ഒക്ടോബർ 7-നെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ നിരവധി റോക്കറ്റുകളാണ് ഹമാസ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. ഇതിൽ പലതും അയൺ ഡോം നിർവീര്യമാക്കുകയും തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു ഭീഷണിയാണ് എന്നതിൽ തർക്കമില്ല. അതായത് കഴിഞ്ഞ 90 ദിവസത്തോളമായി ഹമാസിനെ തീർക്കണം എന്ന് പ്രതിജ്ഞയെടുത്ത് ഗസയിലേക്ക് ഒരു യുദ്ധത്തിലും നമ്മൾ കാണാത്ത വിധത്തിലുള്ള അതിരൂക്ഷമായ വ്യോമാക്രമണവും അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പൂർണ്ണമായും ലംഘിക്കുന്ന വിധത്തിലുള്ള അതിക്രൂരമായ അഭയാർത്ഥി ക്യാമ്പുകൾ പോലും തകർക്കുന്ന വിധത്തിലുള്ള മിസൈൽ ആക്രമണവും ഒക്കെ ശക്തമാക്കിയിട്ടും ഹമാസ് തകരുകയോ തളരുകയോ അവരുടെ നിലപാടിൽ നിന്ന് മാറുകയോ ചെയ്തിട്ടില്ല എന്നതിന്റെ ഉദാഹരണമായിരുന്നു ഈ പുതുവർഷം. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവ് കൂടിയായിരിക്കും. കാരണം 90 ദിവസമായി 21,000 പലസ്തീനികളെ കൊന്നു തള്ളിക്കൊണ്ട് കണ്ണില്ലാത്ത ക്രൂരതയെന്ന് വിളിക്കാവുന്ന വിധത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും നിഷ്കരുണം കൊന്നുകളഞ്ഞിട്ട് 10,000-കണക്കിന് പേരെ ലക്ഷത്തിലേക്ക് അടുക്കുന്ന വിധത്തിൽ ആളുകളെ ജീവച്ഛവങ്ങളാക്കിയിട്ട് ഇനിയും ഞങ്ങൾ ഈ വർഷം മുഴുവൻ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോൾ, നെതന്യാഹു പ്രഖ്യാപിക്കുമ്പോൾ, മറുവശത്ത് നിന്ന് അതിശക്തമായ തിരിച്ചടി നിങ്ങൾക്കുണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പായാണ് ഈ പുതുവർഷത്തിൽ ഇസ്രായേലിലേക്ക് തുടർച്ചയായ വ്യോമാക്രമണം ഉണ്ടായത്. ഇത് അന്താരാഷ്ട്ര സമൂഹം വലിയ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഗസയിലേക്ക് വ്യോമാക്രമണം തുടരുന്നതിനിടയിൽ 2 തവണ വെടിനിർത്തൽ ചർച്ചകളുമായി ഈജിപ്തും അതുപോലെ തന്നെ ഖത്തറും ഒക്കെ മുന്നോട്ട് വന്നിരുന്നു. അവരെ മുന്നോട്ട് വെച്ചിരുന്ന ഒത്തുതീർപ്പ് ഫോർമുല എന്ന് പറയുന്നത് ബന്ദികളെ ഇരുകൂട്ടരും വിട്ടുകൊടുത്തതിന് ശേഷം പലസ്തീനിൽ ഹമാസിന്റെയും അതുപോലെ പലസ്തീൻ അതോറിറ്റിയുടെയും നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം സ്ഥിരമായി ഉണ്ടാവുകയും അധിനിവേശം എന്നേക്കുമായി അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതൊക്കെ അടങ്ങിയ നിർദ്ദേശമായിരുന്നു. ആ നിർദ്ദേശം തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ അല്ലെങ്കിൽ നെതന്യാഹു തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പറയുന്നത് പോലെ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണം എന്ന് ആദ്യം അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ അതിന് ഹമാസ് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ മൊസാദിന്റെ തലവനെ നേരിട്ട് ഖത്തറുമായി കൂടിയാലോചനക്കൊക്കെ വിട്ടു. പക്ഷെ അവിടെയും ഹമാസ് തങ്ങളുടെ നിലപാട് ഉറച്ചു തന്നെ നിന്നു. അതായത് ഞങ്ങളുടെ മണ്ണിൽ സുരക്ഷിതമായി സ്വതന്ത്രമായി മറ്റേതൊരു രാജ്യത്തെയും ജനങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ആ അവകാശത്തിൽ കുറഞ്ഞ് ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല. ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്ത് അവിടുത്തെ ജനങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ സേനയാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ പിക്ചർ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഹമാസ് എന്ന് പറയുന്ന 50,000-ഓളം പേർ മാത്രം വരുന്ന ഒരു സംഘടനയിലെ ആളുകളെ അവസാനിപ്പിക്കണം, തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടാവുകയാണ് പലസ്തീനിലേക്ക്. 23 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തേക്ക് ആക്രമണം ഉണ്ടാവുകയാണ്. ആ ആക്രമണത്തെ തുടർന്ന് 21,000 പേർ കൊല്ലപ്പെട്ടു. അതായത് ഇവർ തീർക്കണമെന്ന് പറയുന്ന ഹമാസിന്റെ പകുതിയോളം വരുന്ന ആളുകളെ കൊന്നുകളഞ്ഞു. പക്ഷേ ഈ ഹമാസ് എന്ന് പറയുന്ന ഇവർ ലക്ഷ്യമിടുന്ന ടാർഗറ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നും നോക്കണേ ഇതിന്റെ ഒരു വിരോധാഭാസം. വെറും 50,000-ഓളം പേർ വരുന്ന ആളുകളെ തീർക്കാനായി ലക്ഷക്കണക്കിന് സൈനികരും അത്ര തന്നെ ആയുധ സാമഗ്രികളും വ്യോമാക്രമണങ്ങളും തുടർച്ചയായ 1000-കണക്കിന് വ്യോമാക്രമണങ്ങളും ഒക്കെ നടത്തിയിട്ടും ഈ 50,000 വരുന്ന ഒരു ഗ്രൂപ്പിനെ ഒന്നും ചെയ്യാൻ ലോകത്തെ നമ്പർ 1 എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം സോപ്പ് കുമിള പോലുള്ള ഒരു ഇമേജാണ് അവർ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടി വരും. ഒക്ടോബർ 7-ന് ഒരു ആക്രമണം ഉണ്ടായി. അതിനുശേഷം പ്രത്യാക്രമണങ്ങൾ രൂക്ഷമാക്കുന്നു. 21,000-ഓളം സാധാരണക്കാരായ ജനങ്ങൾ, അത് ഹമാസിന്റെ തലവന്മാരൊന്നുമല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ അത് ആഘോഷിച്ചേനെ. ഹമാസിന്റെ ഒരു തലവനെയും പ്രധാനപ്പെട്ട ഒരു തലവന്മാരെയും ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. യഹ്യാ സിൻവറിനെ ഒന്നും തൊടാൻ കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തിയുടെ വീടൊക്കെ തകർത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വ്യക്തി ഇപ്പോഴും വന്നിട്ട് ഓഡിയോയും വീഡിയോയും നിലപാടുകളും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. അബൂ ഉബൈദ, അതുപോലെ തന്നെ മറ്റൊരാൾ ഹമാസിന്റെ സ്പോക്ക് പേഴ്സൺ, ഇവരെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് കുറേയായി ഇറങ്ങുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. തുരങ്കങ്ങളിലേക്ക് നായ്ക്കളെ വിടുന്നു, ബോംബെറിയുന്നു, അതിനുള്ളിലേക്ക് കുറെ സൈനികരെ പറഞ്ഞു വിടുന്നു, കടൽ വെള്ളം കയറ്റുമെന്ന് പറയുന്നു. ഒന്നും നടന്നിട്ടില്ല. നമ്മുടെ മുന്നിൽ ഇതിങ്ങനെ ഒരു റിയാലിറ്റി ആയിട്ട് നിൽക്കാം. അപ്പൊ ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ ന്യൂ ഇയറിനുണ്ടായ ഇസ്രായേലിലേക്ക് നടന്ന ആക്രമണം എന്ന് പറയുന്നത് അത് ഇസ്രായേലിനെ വിറപ്പിക്കുന്ന ഒന്നാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് നെതന്യാഹുവിന്റെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ പിഴയ്ക്കുന്ന, അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ചിന്തകളും പ്രഖ്യാപനങ്ങളും ഒക്കെ
വെള്ളത്തിൽ വരച്ച വര കണക്കെ ഒന്നുമല്ലാതായി പോകുന്ന ഒരു കാഴ്ചയാണ് ഈ പുതുവർഷത്തിൽ ലോകം കണ്ടത്. ഹമാസിനെ തീർക്കും ദാ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ ഈ വർഷം മുഴുവൻ യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിക്കുന്ന ഏതാണ്ട് അതേ സമയത്താണ് ഇസ്രായേലിലേക്ക് തുരുതുരാ റോക്കറ്റുകൾ വരുന്നത്. ഇങ്ങനെയായിരുന്നു അന്ന് ഒക്ടോബർ 7 നടന്ന ആക്രമണം. അത് മൊസാദിനോ അല്ലെങ്കിൽ അവിടുത്തെ ഇന്റലിജൻസിനോ സൈന്യത്തിനോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ നിന്ന് തന്നെ പല വിധത്തിലുള്ള എതിർശബ്ദങ്ങൾ ഉയർന്നിരുന്നു. മൊസാദിന്റെ വീഴ്ചയാണത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല, ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അപ്പൊ അത്രയും കൃത്യതയോടുകൂടി ഒരു തരത്തിലും രഹസ്യങ്ങൾ പുറത്തു പോകാത്ത വിധത്തിൽ വളരെ ഷാർപ്പായി ഹമാസ് ആസൂത്രണം ചെയ്ത ഒരു ആക്രമണമായിരുന്നു അത്. അതിനുശേഷം ഹമാസിനെ അങ്ങ് തീർക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടിറങ്ങി ഇസ്രായേലിന് എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും യുദ്ധം തുടരും, ഞങ്ങൾ ഗസയെ വെണ്ണീറാക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിക്കുന്ന അതേ സമയത്താണ് ഒക്ടോബർ 7 അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഇവിടുന്ന് റോക്കറ്റുകൾ പോകുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇനിയും ഒരു കളിക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാന്റെ സമ്പൂർണ്ണ ബാക്കപ്പ് അത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും ഉണ്ട് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇറാൻ ശക്തമായി ഇസ്രായേലിനെ വെല്ലുവിളിച്ചൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത്. ഇസ്രായേൽ നഗരങ്ങൾക്കുള്ളിലേക്ക് റോക്കറ്റുകളോ മിസൈലുകളോ പതിച്ചതായി റിപ്പോർട്ടുകളൊന്നുമില്ല. പക്ഷേ ഒരു യുദ്ധത്തിന് അങ്ങോട്ട് കയറി അടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു പ്രഖ്യാപനം, ഹമാസിന്റെ ഒരു വലിയ പ്രഖ്യാപനമായിട്ട് വേണം ഈ പുതുവർഷത്തിലെ ആക്രമണത്തെ വിലയിരുത്താൻ. എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ഇസ്രായേലി സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം ശക്തമാവുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ലെബനനിലേക്ക് സൈനിക നീക്കം ഉണ്ടാകുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും വലിയ വാണിങ്ങുകൾ ഇസ്രായേൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ള പോബുല്ലെ എന്ന മട്ടിൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക. ഹൂത്തികളാണെങ്കിൽ അവിടെ കടലിൽ അവർക്ക് ചെയ്യാവുന്ന പണി മുഴുവൻ ഒപ്പിച്ചു വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 4 ഹൂത്തികളുടെ ബോട്ടുകൾ തകർത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ഹൂത്തികളുമായ ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകാൻ അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവരുടെ തന്നെ വക്താക്കൾ സംസാരിച്ചതായിട്ടാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു വശത്ത് വമ്പൻ ശക്തികളാണ്, ഇപ്പുറത്തെ വശത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്. 50,000-ഓ 30,000-ഓ 1,00,000-ഓ ഒക്കെ പരമാവധി അംഗസംഖ്യ വരുന്ന ഗ്രൂപ്പുകളാണ്. അത്ര പോലുമില്ല. അവർ തന്നെ ഉണ്ടാക്കിയ ആയുധങ്ങൾ, അവർ തന്നെ അസംബിൾ ചെയ്തിട്ടുള്ള തദ്ദേശീയ ഉപകരണങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഉപകരണങ്ങളെ പോലും, അല്ലെങ്കിൽ അവരുടെ ഈ പ്രത്യാക്രമണത്തിന് വരുന്ന ആളുകളുടെ, ഈ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ വലിയ സേനകൾക്ക് കഴിയുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഇത് അവരവരുടെ ഏരിയകളാണ്. ഇപ്പൊ ലെബനനാണെങ്കിൽ ഹിസ്ബുള്ളയുടെ പ്രദേശമാണ്, ഹൂത്തികളുടെ കയ്യിലിരിക്കുന്ന ഭാഗമാണ് അവരുടെ കൈവശമുള്ള യമൻ. അതുപോലെ ഗസ എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ബ്ലൂ പ്രിന്റും ഫുൾ സ്കെച്ചും ഹമാസിന്റെ പക്കലുണ്ട്. അപ്പൊ അവിടങ്ങളിലേക്ക് കയറിയിട്ട് ഇവരെന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അവർ ഇത്രയും കാലം കൈവശം വെച്ചിരിക്കുന്ന പ്രദേശത്ത് കയറിയിട്ട് ഒരു സുപ്രഭാതത്തിൽ മുഴുവൻ അങ്ങ് തീർത്ത് കളയാം എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല എന്നിപ്പോൾ ലോകം മനസ്സിലാക്കുകയാണ്. എന്തായാലും ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാവുകയാണ്. ഓരോ ദിവസവും എന്നോണം കൂടുതൽ ആക്രമണങ്ങളുടെ കണക്കുകൾ പുറത്തു വരുന്നു. ഇതിന്റെ എല്ലാം വീഡിയോകൾ തെളിവായി ഹമാസ് പുറത്തു വിടുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ രക്ഷയില്ലാത്ത വിധത്തിൽ, അതായത് നെതന്യാഹുവിനെ പോലും ഒരുപക്ഷെ ഞെട്ടിച്ചു എന്ന് പറയാവുന്ന വിധത്തിലായിരിക്കും ഈ ന്യൂ ഇയറിനുണ്ടായ ആക്രമണം നിലനിൽക്കുന്നത്. അപ്പൊ അതൊരു സൂചനയാണ്, ഒരു വലിയ സൂചനയാണ്, വലിയൊരു മുന്നറിയിപ്പാണ്, വലിയ തോതിലുള്ള ഒരു വാർണിംഗ് ആണ്, ഒരു മെസ്സേജാണ്. ഇനിയും ഗസയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ തന്നെ ഉണ്ടാകും, ഒക്ടോബർ 7 ചിലപ്പോൾ ആവർത്തിക്കും എന്നൊരു ദുസൂചന കൂടി ഇസ്രായേൽ നൽകുകയാണ്. ഈ വിധത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇസ്രായേലിനും നാശനഷ്ടങ്ങൾ കനക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ അയൺ ഡോമുകൾ ഉണ്ട്, അത് എല്ലാ മിസൈലുകളെയും പ്രതിരോധിക്കുമെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഒക്ടോബർ 7 ആ കണക്കുകൂട്ടൽ തെറ്റിയത് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെയുള്ള ഒരു ആക്രമണത്തിന് വീണ്ടും ഹമാസ് പദ്ധതി ഇടുന്നുണ്ടോ, അതിനൊരു ടെസ്റ്റ് ഡോസ് ആണോ ന്യൂ ഇയറിൽ കണ്ടത്, ഈ പുതുവർഷം മുഴുവൻ ഇസ്രായേലിലേക്കും ആക്രമണങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ശക്തമായി ഉയരുകയാണ്. പ്രത്യേകിച്ചും ഹിസ്ബുള്ളയൊക്കെ ഒരു വശത്ത് നിന്ന് അടി തുടങ്ങിയത് കൊണ്ട് എന്തും സംഭവിക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിലും വലിയ തരത്തിലുള്ള ഒറ്റപ്പെടൽ ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ ആരും രംഗത്ത് വരുന്നില്ല. ഇസ്രായേലിന് അമേരിക്ക നൽകിയ യുദ്ധക്കപ്പൽ തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതുപോലെ തന്നെ ഇനി ഇസ്രായേലിന് ആയുധങ്ങൾ നൽകേണ്ടതില്ല എന്ന നിലയിലേക്ക് അമേരിക്ക തീരുമാനമെടുത്തതായും റിപ്പോർട്ടുകൾ വരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ അപ്പാച്ചെ എന്ന് പറയുന്ന ഒരു ഫൈറ്റർ വിമാനം,
ആ വിമാനം അമേരിക്ക നൽകിയതാണ്, അത് ഇസ്രായേൽ ഉപയോഗിക്കുന്നതാണ്. ആ വിമാനം ഹമാസ് കഴിഞ്ഞ ദിവസം തകർത്ത് കളഞ്ഞതായ വിവരങ്ങളുണ്ട്. അതുപോലെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തുന്നു. 4 ബോട്ടിൽ 10 ഹൂത്തികളെ മുക്കിക്കൊന്നു എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമായ പരിഹാരത്തിന്റെ വഴികളല്ല. അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഹൂത്തികളെ ഭയപ്പെടുത്താനോ പിന്മാറ്റാനോ കഴിയില്ല. അത് അമേരിക്കയ്ക്കും എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. ഈ പുതുവർഷ പുലരിക്ക് ശേഷം ഇസ്രായേൽ പിന്മാറേണ്ട സാഹചര്യങ്ങൾ കനക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പുതുവർഷ ദിനത്തിൽ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് കനത്തതോടെ അവിടുത്തെ ജനങ്ങളും വലിയ പ്രതിഷേധത്തിലാണ്. ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, സൈനികരെ കൊലയ്ക്ക് കൊടുക്കുന്നു. ഇപ്പോൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ മിസൈലുകൾ രാജ്യത്തിന് മുകളിലൂടെ പറക്കുകയാണ് വീണ്ടും. അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ നെതന്യാഹുവിന് വലിയ സമ്മർദ്ദമാണ് കൊടുക്കുന്നത്. ഒരുപക്ഷെ ഈ ന്യൂ ഇയറിൽ, ഈ പുതുവർഷ പുലരിക്ക് അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ ഫലമായി, ആഭ്യന്തര സമ്മർദ്ദങ്ങളുടെ ഫലമായി, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടലുകളുടെ ഫലമായി നെതന്യാഹുവിനെ പണിപാളാൻ സാധ്യതയുണ്ട്. പിന്മാറാതെ വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് ചിലപ്പോൾ ഇസ്രായേൽ എത്തിയേക്കാം.